പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വിൽപ്പന അതും 1.5 ലക്ഷം രൂപയ്ക്ക്. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നാണ് ഈ സംഭവം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിൽക്കുന്ന ഒരു സംഘമാണ് പോലീസിന്റെ പിടിയിലായത്. അതും ഒരു പെൺകുട്ടിക്ക് 1.5 ലക്ഷം രൂപ. ഈ കണക്കിനാണ് അവരുടെ വിൽപ്പന. വിവാഹം കഴിപ്പിക്കാം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ആവശ്യക്കാർക്ക് അവരിൽ നിന്ന് ഈ തുക വാങ്ങി വിൽക്കുകയായിരുന്നു ഈ സംഘത്തിന്റെ രീതി തന്നെ. ഇതിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പെൺകുട്ടികളാണ്. അത്തരത്തിലുള്ള പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഇവരുടെ പ്രവർത്തനം. അനുരാഗ് യാദവ്, അക്തർ, പ്രിയ പാട്ടീൽ ഈ 3 പ്രതികളാണ് ഈ സംഭവത്തിൽ ഈ കേസിൽ പിടിയിലായത്. ഇതിലെ ആ സ്ത്രീ പ്രിയ പാട്ടീലാണ് ഇതിലെ പ്രധാനി എന്ന് പോലീസ് പറയുന്നു. കാര്യങ്ങൾ മുഴുവൻ ആസൂത്രണം ചെയ്യുന്നത് പ്രിയ പാട്ടീലാണെന്ന് മോഹൻലാൽ ഗഞ്ച് പോലീസിന്റെ വാദം. इनकी शादी कराने के लिए राजस्थान ले गए थे. जब तक इनकी ये शादी करा पाते थाना मोहनलालगंज की टीम ने इनको बरामद कर लिया और आज इन अभियुक्तों की गिरफ्तारी की गई है. इन्होंने पूछताछ के क्रम में स्वीकारा है कि इन्होंने 3 अन्य इस प्रकार की शादियां कराई है. हर लड़की सप्लाई करने के लिए इनको 1 से 1.5 लाख रुपए मिलते थे. इनके नेटवर्क, इनके द्वारा किए गए अन्य अपराध के संबंध में जानकारी की जा रही है, विवेचना प्रचलित है. इसमें वांछित अभियुक्त सोनम व भूपेंद्र की भी शीघ्र गिरफ्तारी सुनिश्चित की जाएगी. 20ഓളം പെൺകുട്ടികളെയാണ് ഈ സംഘം ഇത്തരത്തിൽ വിറ്റത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ പെൺകുട്ടികളെല്ലാം വിറ്റിരിക്കുന്നത് രാജസ്ഥാനിലേക്കാണ്. അവിടെയാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടികളെ വാങ്ങാൻ എത്തിയത്. ആവശ്യക്കാരുമായി ബന്ധപ്പെടുകയും ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നത് ഈ പ്രിയ പാട്ടീലാണ്. പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഫോട്ടോ എടുക്കും. അതിനുശേഷം ഈ ആവശ്യക്കാർക്ക് ഈ പ്രിയ പാട്ടീൽ അയച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് ഓക്കെ ആണെങ്കിൽ പെൺകുട്ടികളെ വിൽക്കാനുള്ള ഡീലിലേക്ക് എത്തും. ഇതായിരുന്നു അവരുടെ രീതി. ആദ്യഘട്ടത്തിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇവർ ഇതുപോലെ വിറ്റത്. ആ സംഭവത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അവർക്ക് കാര്യങ്ങൾ സ്മൂത്താക്കി നടപ്പാക്കാൻ പറ്റി. അങ്ങനെ യാതൊരു അപകടമില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അവരതൊരു തൊഴിൽ മാർഗമാക്കി മാറ്റി. അങ്ങനെയാണ് ഈ പിന്നാക്ക വിഭാഗങ്ങളിലുള്ള പെൺകുട്ടികളെ തെരഞ്ഞു കണ്ടുപിടിച്ച് ഇത്തരത്തിൽ 1.5 ലക്ഷം രൂപ വരെ വാങ്ങി ഈ പ്രതികൾ പെൺകുട്ടികളെ വിൽക്കുന്ന പരിപാടി തുടങ്ങിയത്. ഈ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിപ്പിച്ച് വിടുകയാണ് എന്നാണ് ആ പാവപ്പെട്ട വീട്ടുകാരെ അവർ വിശ്വസിപ്പിച്ചിരുന്നത്. പോലീസ് പറയുന്നത് ഈ സംഘത്തിൽ ഇനിയും 2 പേർ കൂടിയുണ്ട്. ആ 2 പേരെ കൂടി പിടികൂടാനുണ്ട് എന്ന് മോഹൻലാൽഗഞ്ച് പോലീസ് പറയുന്നു. എന്തായാലും ഈ പ്രതികളുടെ പക്കലുണ്ടായിരുന്ന 4 വാഹനങ്ങൾ അത് പോലീസ് പിടിച്ചെടുത്തു. മാത്രമല്ല ഈ പ്രതികൾ വിറ്റു എന്ന് കരുതുന്ന പെൺകുട്ടികളുടെയും ഇനി പ്രദേശങ്ങളിൽ നിന്ന് കാണാതായ ആ പെൺകുട്ടികളുടെയും വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്.